ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു നെയിം അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇനീഷ്യൽസ് ഡിസ്പ്ലേ ചെയ്യുക അലോങ് വിത്ത് സർനെയിം. സോ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. സാമ്പിൾ ഇൻപുട്ട് എന്ന് വെച്ചാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, സർനെയിം എന്ന് പറയുമ്പോൾ ഗാന്ധി അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഇനീഷ്യൽസും ഡിസ്പ്ലേ ചെയ്യണം. സോ ഇനീഷ്യൽസ് മീൻസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് അല്ലേ, ഫസ്റ്റ് ലെറ്റർ ആണ് ഇനീഷ്യൽസ് എന്ന് പറയുന്നത്. സോ MK ഗാന്ധി. സോ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം സർനെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ തേർഡ് നെയിമാണ്, ലാസ്റ്റ് നെയിമാണ് സർനെയിം വരുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് നെയിം ഗാന്ധി. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം ഇതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്പേസിൻ്റെ ഇൻഡെക്സ് കിട്ടുവാണെങ്കിൽ, ഈ ഒരു സ്പേസ് എത്രയാണ് പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സ് പ്ലസ് അടുത്ത ഇൻഡെക്സ് ആയിരിക്കും ആ ഒരു സർനെയിമിൻ്റെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഈ സ്പേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഈ ഒരു സ്പേസ് നമുക്ക് നോക്കാം എത്ര വരും എന്നുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം M ഇവിടെ 0 അല്ലേ, 0. സോ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. സോ ഇവിടെ 19 ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു സ്ട്രിങ് കിട്ടണമെങ്കിൽ സബ് സ്ട്രിങ് എടുത്താൽ പോരെ. സപ്പോസ് ഇതെൻ്റെ സ്ട്രിങ് S ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ S ഡോട്ട് സബ് സ്ട്രിങ് ഓഫ് 19 എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസും കൂടെ വരും. പക്ഷെ നമുക്ക് ഏതൊട്ട് മതി, G എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 20 മതി. സോ സബ് സ്ട്രിങ് ഓഫ് 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ 20 കഴിഞ്ഞിട്ടുള്ള ഫുൾ സ്ട്രിങ് കിട്ടും. 20 കഴിഞ്ഞിട്ട് ഏത് സ്ട്രിങ് ആണ് ആ ഫുൾ സ്ട്രിങ് കിട്ടും. സോ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഗാന്ധി ഈ ഒരു സർനെയിം എങ്ങനെ പ്രിൻ്റ് ചെയ്യുമെന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് S. ഓക്കെ, ഞാൻ റീഡ് ചെയ്യുന്നു. സ്കാനർ SSC ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ okay, system dot in, then system dot out dot println of enter a string. Okay, enter a string. Okay, അപ്പം ഞാൻ റീഡ് ചെയ്യാണ്. അപ്പോൾ റീഡ് ചെയ്യാനായിട്ടാണെങ്കിൽ S is equal to SC dot next line ഞാൻ റീഡ് ചെയ്തു. ഓക്കെ, സ്ട്രിങ് റീഡ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് കാണാൻ പോവാണ്. ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ്, അതായത് എനിക്ക് ഇപ്പം ഇവിടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട് അല്ലേ, ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ഉള്ള സ്പേസാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. സോ ലാസ്റ്റ് അതിന് വേണ്ടിയിട്ട് S ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് സ്പേസ്. ഓക്കെ, സ്പേസ് കൊടുക്കും. അത് ഞാൻ ഏതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും, ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും, ദാറ്റ് ഈസ് N എന്ന് വിചാരിക്കുക. സോ ഞാൻ N ഒന്ന് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. സോ Nൻ്റെ വാല്യൂ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണേ. നമുക്ക് എന്ത് വരും നോക്കാം. Nൻ്റെ വാല്യൂ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യാണ്, എന്നിട്ട് ഞാൻ റൺ ചെയ്യാണ്. സ്പേസ് കൊടുക്കില്ല. Nൻ്റെ വാല്യൂ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു സ്ട്രിങ് സെയിം തന്നെ കൊടുക്കുവാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ, എന്ത് വന്നു, 19 വന്നു. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. പക്ഷെ എനിക്ക് സബ്സ്ട്രിങ് വേണമെങ്കിൽ 20 വരണം.
സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് സ്ട്രിങ്ങിനെ ആഡ് ചെയ്യും. ഇപ്പോൾ എനിക്ക് 20 വരുമെന്നുള്ള നോക്കാം. സെയിം ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, സോറി ST അല്ല S. സെയിം ഇത് കൊടുക്കുവാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ, എന്ത് വന്നു? 20 വന്നു. കാരണം ഇങ്ങനെ സ്പേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 20 കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് 20 കിട്ടി. 20 കിട്ടുക എന്ന് പറഞ്ഞാൽ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഇത് ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു സബ്സ്ട്രിങ് കിട്ടാൻ വേണ്ടിയിട്ട് എസ് ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 20. അതൊരു സ്ട്രിങ് അല്ലേ? ഞാനത് സ്ട്രിങ്ങിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാണ്. സർനെയിം SN ഞാൻ കൊടുത്തു. സോ ഇനി നമുക്ക് SN ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. സർനെയിം ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഗാന്ധിയിൽ നിന്ന് വരുമെന്നുള്ളത് നോക്കാം. സോ മോഹൻ ദാസ് കരംചന്ദ് ഗാന്ധി. യെസ്, വന്നല്ലേ? 20 ഗാന്ധി എന്ന് വന്നു. ഇവിടെ സ്പേസ് വരാൻ കാരണം നമ്മളിവിടെ സ്പേസ് ഇട്ടതുകൊണ്ടാണ്. അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ നമുക്ക് സർനെയിം കിട്ടിയല്ലോ. സർനെയിം കിട്ടി. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്മും വരണം, കെയും വരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ഏതുവരെ പോകണം? 19 വരെ പോയാൽ മതി അല്ലേ ഫോർ ലൂപ്പിൽ? സോ നമുക്കതൊന്ന് നോക്കാം. ഫോർ ഇൻറ്റ് I is equal to 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. I less than P വരെ പോകണം. കാരണം നമുക്ക് എന്തായാലും ലാസ്റ്റ് സർനെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വേർഡ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബാക്കിയാണ് നോക്കേണ്ടത്. സോ I is equal to 0, I less than n, ലാസ്റ്റ് ഇൻഡെക്സ് I less than n, I plus plus. അവിടെ എന്താ വരേണ്ടത്? നമ്മൾ ഓരോ ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് ഉണ്ട് I is equal to 0, ആദ്യം M എക്സ്ട്രാക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് char ch is equal to s dot എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ക്യാരക്റ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ക്യാരറ്റ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് എന്ത് കിട്ടും? ക്യാരറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ M കിട്ടും. എന്നിട്ട് if that M is equal to സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു പുതിയൊരു സ്ട്രിങ് എടുക്കണം. പുതിയൊരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ പറഞ്ഞ S ഡോട്ട് ക്യാർ അറ്റ് എന്ത് ചെയ്യണം? I+1 എടുക്കണം. I+1 അത് നമ്മുടെ ഈ പുതിയ സ്ട്രിങ്ങിൻ്റെ ആഡ് ചെയ്ത് പോകണം. S ഡോട്ട് ക്യാരറ്റ് ഓഫ് I+1 പ്ലസ്, കാരണം നമുക്ക് M ഡോട്ട് K എന്ന് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഡോട്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടക്കും. കാരണം എന്താ ചെയ്യുന്നത്? I is equal to 0 എടുക്കും. I is equal to 0 എന്ന് പറയുമ്പോൾ എന്തൊരു M വരും. ഇനി ക്യാരക്ടർ, അപ്പോൾ CHൻ്റെ വാല്യൂ M വരും. അത് ഇതുണ്ട് സ്പേസ് ആണോ? അല്ല. സ്പേസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എടുക്കുന്നത്? സ്പേസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
അപ്പം ആദ്യം നമ്മൾ ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്നത് സ്ട്രിങ് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ആ സ്ട്രിങ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിപ്പം 0th ഇൻഡെക്സ് ആണെങ്കിൽ അടുത്ത എം എന്ന് പറഞ്ഞ ഇൻഡെക്സ് 1 അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് i+1 എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. i+1ൻ്റെ അകത്ത് ആരുണ്ട്? എം ഉണ്ട്. അത് പുതിയ സ്ട്രിങ് ആയ str1 ആഡ് ചെയ്യും. അപ്പോൾ പുതിയ സ്ട്രിങ് str1 ഇപ്പോൾ എന്ത് വന്നു? Caret of i+1. Caret of i+1 is 0+1, that is 1. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ആരാണ്? എം. അപ്പം str1ൻ്റെ അകത്ത് ആരായി? എം ഡോട്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നു? എം ഡോട്ടായി. ഓക്കെ, അപ്പം അതായത് നമുക്ക് ഇവിടെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മുടെ സ്ട്രിങ് നേരത്തെ സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് ഈ സ്പേസിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഈ സ്പേസിൽ വന്ന് നിൽക്കുകയാണ്. നേരത്തെ നമ്മളവിടെ ഒരു എസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസിൽ വന്നാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ആ സ്പേസാണ് ഇത്. അപ്പോൾ ആ സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ str1 എന്ത് ചെയ്യണം? str1 ആദ്യം ബ്ലാങ്ക് ആയിട്ട് സെറ്റ് ചെയ്യണം. സോ അതിൻ്റെ അകത്ത് caret of i+1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇത് 0 അല്ലേ. സ്പേസ് കൂട്ടുമ്പോൾ അത് 0, ഇതിപ്പോൾ 1. i+1ൽ ആരുണ്ട്? എം ഉണ്ട്. സോ i+1 എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് വരും? ഡോട്ട് കൊടുക്കാൻ പറയും. കാരണം ഈ ഡോട്ട് കൊടുത്തുണ്ട്. അടുത്ത് എന്താവും? അതിൻ്റെ വാല്യൂ 1 ആവും. അപ്പം ഈ സ്പേസിലോട്ട് കയറോ? ഇല്ല. അപ്പോൾ ഇതുവരെ പോവും. അങ്ങനെ ഇതുവരെ എത്തും അല്ലേ. അങ്ങനെ അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷൻ വരെ എത്തും. ദാസിൽ എസ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് പൊസിഷനിലെത്തും. ഈ പൊസിഷനിലെത്തും. സ്പേസ് കഴിഞ്ഞിട്ട് ഈ പൊസിഷൻ. അടുത്ത് എന്താണ്? സ്പേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐ എന്ന് പറയുന്നത് ഇപ്പം M1 2 3 4 5 6 7 8 9th പൊസിഷനിലെത്തും. അപ്പോൾ 10th പൊസിഷനിലാണ് ആരിയിരിക്കുന്നത്? കെ ഇരിക്കുന്നത്. സോ അതാണ് ഇവിടെ i+1 കൊടുക്കുന്നത്. i+1 കൊടുക്കുമ്പോഴത്തേക്കും 10th ഐ എന്ന് പറഞ്ഞാൽ 9 അല്ലേ. സോ i+1 എന്ന് പറയുമ്പോൾ 10th പൊസിഷനിൽ ആരിയിരിക്കുന്നു? കെ ഇരിക്കുന്നു. സോ കെ എക്സ്ട്രാക്ട് ചെയ്ത് ഡോട്ട് വരും. അങ്ങനെ ഏതുവരെ പോകും? അങ്ങനെ ഈ ഡി വരെ പോകും. കാരണം എൻ വരെയല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ഡി വരെ പോകും. അതായത് 19th പൊസിഷൻ വരെ പോകും. അപ്പോൾ str1ൻ്റെ അകത്ത് ആരുണ്ട്? എം ഡോട്ട് കെ ഡോട്ട് ഉണ്ട്. ദെൻ നമുക്ക് നേരത്തെ SN സർനെയിമിൻ്റെ അകത്ത് ആരുണ്ട്? ഗാന്ധി ഉണ്ട്. സോ ഇതിനെ രണ്ടിനെയും കൂടെ മർജ് ചെയ്ത് str2 കൊടുത്താൽ പോരെ. മർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് str2 str1 + SN കിട്ടുമ്പോഴത്തേക്ക് എം ഡോട്ട് കെ ഡോട്ട് ഗാന്ധി. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? മർജ് ചെയ്യും. ഇത് str1 + SN ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ ഗാന്ധി കൂടെ മർജ് ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. നോക്കാം. സോ അങ്ങനെ ഞാൻ എൻ്റെ മർജ് ചെയ്യാനായിട്ട് പോവാണ്. മർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിലോട്ട് നമ്മുടെ str2 str1 + SN എന്നിട്ട് ഞാൻ ഈ ഒരു str2 ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തു. സോ നമുക്ക് അതൊക്കെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുകളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ലേ. അപ്പം str1 സ്പേസ് ഒരു ബ്ലാങ്ക് സ്ട്രിങ്, അതുകൊണ്ട് സ്പേസ് ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. str1 വേരിയബിൾ st1 ഓക്കെ st1 നല്ല കൊടുത്തത്. സോ st1 മതി. str എൻ്റെ സ്ട്രിങ് മോഹൻ ദാസ് കരംചന്ദ് കണ്ടു. നമുക്ക് എന്ത് വന്നു? സോ
സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ 20 എന്ന് വരുന്നത് ഇൻഡെക്സ് പൊസിഷനാണ്. പിന്നെ സർനെയിം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരുന്നു, അതായത് രണ്ടും. പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ കൺകാറ്റനേറ്റഡ് സ്ട്രിംഗ്. സോ ഞാനിത് വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാൻ വേണ്ടി അത് കൊടുത്തതേ ഉള്ളൂ. റൺ ചെയ്യാം. സോറി. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. So this is the output.